നമസ്കാരം. കൊല്ലം സ്വദേശിനിയായ അതുല്യ ശേഖർ ഷാർജയിലെ ഫ്ളാറ്റിലിരയായത് ഭർത്താവിൻ്റെ അതിക്രൂരമായ പീഡനങ്ങൾക്ക്. ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷ് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു കൊടുത്തിരുന്നു. വീഡിയോയിൽ ഒരു സൈക്കോ പെരുമാറുന്നത് പോലെയാണ് സതീഷ് പെരുമാറുന്നത്. അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ കുടുംബം ചവറ തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകി. ഭർത്താവിൽ നിന്ന് അതുല്യ ക്രൂരപീഡനം അനുഭവിച്ചിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് വീഡിയോ അതുല്യ അയച്ചു നൽകിയത്. ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യയോട് പെരുമാറിയിരുന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ചില വീഡിയോകളിൽ അതുല്യ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കറുത്ത് കല്ലിച്ച് കിടക്കുന്നു. സതീഷ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതും അതുല്യ നിലവിളിക്കുന്നതും കാണാം. തേവലക്കര തെക്കുംഭാഗം കോയിവിള സ്വദേശിനി തട്ടാൻവടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖരനെയാണ് ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷും അതുല്യയുമായി രാത്രി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് സതീഷ് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ 4 തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് അതുല്യയുടെ സുഹൃത്ത് പറയുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അവളുടെ 17ാമത്തെ വയസ്സിലാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് ഇടയ്ക്കിടെ ഇതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും, ശാരീരികമായി ഉപദ്രവിക്കും. പിണങ്ങിയാലും പിന്നീട് പൊരുത്തപ്പെട്ട് മാപ്പൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അയാളോട്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാമെന്ന് അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് നിൽക്കുന്ന വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇയാൾ വന്ന് ഇവളോടൊന്നും ഓർമ്മയില്ല, പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളിക്കാരി വീണ്ടും ഇയാളുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. 3 മാസം മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി വിസയാക്കാനാണ് വന്നത്. ആദ്യം വിസിറ്റിംഗ് വിസയിലാണ് പോയത്. പിന്നീട് കുഞ്ഞിൻ്റെ പാസ്പോർട്ട് പുതുക്കാനും ഫാമിലി വിസയാക്കാനുമായിട്ടാണ് വന്നത്. മകൾ നാട്ടിലാണ് പഠിക്കുന്നത്. അച്ഛനെന്ന് വെച്ചാൽ കുഞ്ഞിന് പേടി പോലാണ്. പുള്ളിക്ക് മദ്യപിക്കാതെ പറ്റത്തില്ല. ഡെയിലി മദ്യപിക്കും. മാത്രമല്ല ഉപദ്രവിക്കുകയും ചെയ്യും. മാത്രമല്ല പ്രായത്തിൻ്റെ വ്യത്യാസം കാരണം അയാൾക്ക് ഈഗോയും ഉണ്ടായി. കൂടുതലും അതുതന്നെയാണ് വഴക്കിന് കാരണം. ഇതെല്ലാം അതുല്യ പറഞ്ഞിട്ടുണ്ട്. വിളിച്ച് കരയാറുണ്ട്. ആശ്വസിപ്പിക്കാനല്ലേ പറ്റൂ. ഏകദേശം സൈക്കോ കാണിക്കുന്നത് പോലെയാണ് അയാൾ കാണിക്കുന്നത്. എന്നിട്ടും പിറ്റേന്ന് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. മകളെ ഷാർജയിൽ തന്നെ പഠിപ്പിക്കാൻ സതീഷ് നിർബന്ധിച്ചെങ്കിലും അവളുടെ പേടി കാരണമാണ് നാട്ടിലേക്ക് മാറ്റിയത്. സതീഷ് ജോലിക്ക് പോകുമ്പോൾ ഫ്ളാറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ പുറത്തെ ലോക്ക് തുറന്ന ശേഷം അകത്ത് ലോക്ക് തുറന്നു കൊടുക്കണം. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവൾ ഡിഗ്രി പൂർത്തിയാക്കി, കമ്പ്യൂട്ടർ പഠനവും പൂർത്തിയാക്കി ജോലിക്ക് കയറാനിരുന്നതാണ്. ഇന്നലെ അവളുടെ പിറന്നാൾ കൂടിയായിരുന്നു. സതീഷ് സ്ഥിരം മദ്യപിക്കുന്നയാളാണെന്നും അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി UAE-യിലുള്ള സതീഷ് 1.5 വർഷം മുൻപാണ് അതുല്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നേരത്തെ ദുബായിലായിരുന്നു താമസം. 1 വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു യുവതി. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായ സതീഷ് ശങ്കറിൻ്റെ ഭാര്യയാണ്. മുൻ പ്രവാസിയും ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവറുമായ രാജശേഖരൻ പിള്ളയുടെയും തുളസിബായിയുടെ മകളാണ്. അതുല്യയുടെ സഹോദരി അഖില ഷാർജ റോളയിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുല്യ മാനസിക പ്രയാസങ്ങൾ പലപ്പോഴായി പറയാറുണ്ടെന്ന് സഹോദരി അഖില പറഞ്ഞു. ദമ്പതികളുടെ ഏക മകൾ ആരാധിക അതുല്യയുടെ മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയ്ക്കും തുളസിബായിക്കുമൊപ്പം നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ അൽ നഹദയിൽ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു.